പ്രധാനപ്പെട്ട വാർത്ത, പാതിവില തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കും, അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് ഉത്തരവിറങ്ങുകയും ചെയ്തിരിക്കുന്നു. 34 കേസുകളാണ് അന്വേഷിക്കുന്നത് എന്നറിയുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിലും അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു കേസ് അന്വേഷണം. 34 കേസുകൾ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഏതെല്ലാം കേസുകൾ അതിനകത്ത് വരും? കൂടുതൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേസ് അന്വേഷണമായിരിക്കുമോ ഉണ്ടാവുക? അതന്നെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് വിടുന്നത്. ആ ക്രൈംബ്രാഞ്ചിനെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 34 പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി എസ് വെങ്കടേശന്റെ നേതൃത്വത്തിലായിരിക്കും, മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായി കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 34 കേസുകളാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അവിടെ ഈ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 384, 318, 316, 420, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 34 തുടങ്ങിയ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ ചുമത്തിയിട്ടുള്ളത്. അതായത് ഇതിലെ ഗൂഢാലോചന, തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം ഈ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം അവിടെ എടുത്തു പറയുന്ന കാര്യം, ഈ ടീമിൽ ആരൊക്കെയായിരിക്കും ഉൾപ്പെടുക എന്നത് ക്രൈംബ്രാഞ്ച് മേധാവിയായിരിക്കും തീരുമാനമെടുക്കുക. എസ് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുക. സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൂടി സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക് ഒഫൻസ് വിങ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെയൊരു വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും ഇതിൽ ഇരട്ടിയിലേറെ പരാതികൾ പുറത്തേക്ക് വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻ 34 കേസുകൾ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അപ്പോഴും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും എറണാകുളം അടക്കമുള്ള അല്ലെങ്കിൽ കോട്ടയം അടക്കമുള്ള കൂടുതൽ ജില്ലകളിലേക്ക്, ഏതെങ്കിലും ജില്ലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകുമോ? ക്രൈംബ്രാഞ്ച് അങ്ങനെ കരുതുന്നുണ്ടാകുമോ? അപ്പം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം, പാമ്പാടി, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുകളിലും, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ഹരിപ്പാട്, പൂച്ചക്കൽ, മുത്തമ്മ, മാന്നാർ, ചേർത്തല പോലീസ് സ്റ്റേഷനുകളുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ. അതോടൊപ്പം ഇടുക്കിയിലെ കമ്പംമേട്, കട്ടപ്പന, നെടുങ്കണ്ടം, വണ്ടംമേട്, തൊടുപുഴ, കരിമന്നൂർ, മറയൂർ, കുടുംബജോല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പമാണ് എറണാകുളത്ത് മൂവാറ്റുപുഴ, വാഴക്കുളം, തോട്ടാനിക്കാട്, കോതമംഗലം, അതോടൊപ്പം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്താണ് 34 വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരുന്നത്. 34 സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളുടെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ADGP എസ് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് അല്പസമയം മുമ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഇതിനകത്തൊരു വലിയൊരു വിഷയം വരുന്നത്, ഉന്നയിക്കപ്പെടുന്ന പരാതികളിൽ ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ടും നടപടി ഉണ്ടായില്ല, അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയുള്ള കേസുകൾ, ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇത് മാത്രമാണോ അന്വേഷിക്കപ്പെടുക, അതോ എന്തുകൊണ്ട് പല പരാതികളിലും നടപടി ഉണ്ടായില്ല ഇത്ര കാലം എന്നതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ സാധ്യതയുണ്ടോ? അതായത് സമഗ്രമായ അന്വേഷണം തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് നടത്തുക. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ്, ഈ പണം കൈമാറിയിട്ടുള്ളവർ ആരൊക്കെയാണ്, ആരുടെ അറിവോടെയാണ് ഈ പണം കൈമാറിയത്, ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് അനന്തകൃഷ്ണൻ മാത്രമാണോ, അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖർ ആരൊക്കെയാണ്,
ഇപ്പോൾ വിവാദമായിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. അവിടെ ക്രൈംബ്രാഞ്ച് മേൽനോട്ടം വഹിക്കുമെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതിൽ PMLA ആക്ട് കൂടി, അതായത് പണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ബലമായ സംശയം ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക്, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറേണ്ട ഒരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം പ്രാഥമികമായി നടത്തിയതിനു ശേഷം സംഭവത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി പറഞ്ഞ പോലെ ED അന്വേഷണത്തിലേക്ക് കൂടി കടന്നേക്കുമോ എന്ന തരത്തിലുള്ള വ്യാപ്തി ഒരുപക്ഷെ ഈ കേസിനകത്തുണ്ട്. അപ്പോഴും ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഇത് വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അതും ഈ അന്വേഷണ പരിധിക്കകത്ത് ഉൾപ്പെടുമോ? തീർച്ചയായിട്ടും. അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ ലഭിച്ച സൂചനകൾ, അതോടൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 34 കേസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതോടൊപ്പം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇത് മുഴുവൻ ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക് ഒഫൻസ് വിങ്ങിനെ കൈമാറാൻ ദിവസമുണ്ടായത്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യുമായും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ADGP-യുമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയം അനുസരിച്ച് മുഖ്യമന്ത്രി തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഉന്നത സംഘം ഇതിൽ അന്വേഷണം നടത്തട്ടെ എന്ന ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുമെന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. അത് ശരിവെക്കുന്ന തരത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ സാഹിബ് ഈ 34 കേസുകൾ, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 34 കേസുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഈ കേസുകൾ മുഴുവൻ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപീകരണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്ന പോലെ തന്നെ പല തലങ്ങളിലുള്ള ഒരു കേസ്, ബാങ്കുകളുടെ വിശദാംശങ്ങളും കൂടെ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം. 21 അക്കൗണ്ടൊക്കെ ഒരാൾ കൈകാര്യം ചെയ്തു പോന്നു, ഇത്രയധികം പണം എങ്ങനെ കൈമാറി, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമോ? അത് ക്രൈംബ്രാഞ്ചിന്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണോ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏതൊക്കെ ബാങ്കിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തിരുവനന്തപുരത്ത് വിവിധ NGO-കൾ പണം കൈമാറിയത് എന്നാണ് അവർ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം 21ഓളം ബാങ്ക് അക്കൗണ്ടുകൾ അനന്തകൃഷ്ണന്റെ പേരിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനു പുറമെ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഈ 21 അക്കൗണ്ടുകൾക്ക് പുറമെ ബെനാമി പേരിലോ മറ്റിടപാടുകളിലോ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ ബാക്കിയാകുന്നുണ്ടോ? ഡാൻ കുര്യൻ തരുന്ന വിവരമാണ്. 34 കേസുകൾ അന്വേഷിക്കും ക്രൈംബ്രാഞ്ച്, ഇത് ഏറ്റെടുക്കുന്നു. ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അതേ സമയത്ത് വരുന്ന വാർത്ത, പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയനായിട്ടുള്ള സായിഗ്രാമം ഡയറക്ടർ ആനന്ദ്കുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ്.